നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഗൗരവമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഭീകരരെ ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് എക്കാലത്തും ഉറച്ച നിലപാടിൽ നിൽക്കുന്ന കേന്ദ്രത്തിന് ജമ്മു കാശ്മീരിലെ നിലവിലെ ഭീകരാക്രമണങ്ങളിൽ ആശങ്കയുണ്ട്. അതിനാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നേരിട്ട് ജമ്മുവിലെത്തി സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വിപുലമായ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ജമ്മുവിലെ സുരക്ഷാ സാഹചര്യം, രാജ്യാന്തര അതിർത്തിയിലെയും നിയന്ത്രണ രേഖയിലെയും സേനാവിന്യാസം, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ, ഭീകര സംഘടനകളുടെ ആൾബലം തുടങ്ങിയ വിവരങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കശ്മീരിൽ ജൂൺ 29 ആരംഭിക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകളും ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്യും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, നിയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എന്നിവർ പങ്കെടുക്കുന്ന ഉന്നതതല യോഗത്തിലും അമിത്ഷാ അധ്യക്ഷനാകും. ഒരാഴ്ചക്കിടെ 4 തവണയാണ് കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജമ്മു കാശ്മീരിലെ റിയാസി, കത്വാൾ, ഡോഡ ജില്ലകളിലെ 4 സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 9 തീർത്ഥാടകരും ഒരു CRPF ജവാനും കൊല്ലപ്പെടുകയും 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പാകിസ്ഥാൻ ഭീകരരും കൊല്ലപ്പെട്ടു. ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. ദക്ഷിണ കശ്മീർ ഹിമാലയത്തിലെ അമർനാഥിലെ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനത്തിന് തുടക്കമാകുന്നതിന് മുന്നോടിയായാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ജൂൺ 29 ആരംഭിക്കുന്ന തീർത്ഥാടനം ഓഗസ്റ്റ് 19 വരെ തുടരും. അമർനാഥ് തീർത്ഥാടകർ ജമ്മു കാശ്മീരിലെ ബൽതാൽ, പഹൽഗാം എന്നീ 2 റൂട്ടുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 4.28 ലക്ഷത്തിലധികം ആളുകൾ ഗുഹാക്ഷേത്രം സന്ദർശിച്ചതായും ഇത്തവണ അത് 5 ലക്ഷമായി ഉയരുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. എല്ലാ തീർത്ഥാടകർക്കും RFID കാർഡുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ അവരുടെ തത്സമയ ലൊക്കേഷൻ കണ്ടെത്താനും എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും കഴിയും. എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീർത്ഥാടന ബേസ് ക്യാമ്പിലേക്കുള്ള റൂട്ടിൽ സുഗമമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും എല്ലാ തീർത്ഥാടകരുടെയും ശരിയായ സുരക്ഷയ്ക്കും അമിത്ഷായുടെ സന്ദർശനം ഊന്നൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.